മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മുടെ ഏറ്റവും ഉജ്ജ്വലനായ കോർഡിനേറ്റർ ഷിജു ഒരു പാരഗ്രാഫ് എനിക്ക് അയച്ചു തരികയുണ്ടായി. അത് ഞാനിന്ന് എൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ കണ്ട 500 പേരോട് ഞാനത് വിവരിക്കുകയും ചെയ്തു. ഇസ്രായേലിലെ സമുജ്വലമായിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. ജെറുസലേമിലെ യേശു ക്രിസ്തു അറിയാതെ ജനിച്ചു പോയ സ്ഥലം. അവിടുത്തെ ജനതയാണ് ലോകത്തിൽ ബെർണാഡ് ഷാ പറഞ്ഞ മാതിരി ഒരു ക്രിസ്ത്യാനിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്രിസ്ത്യാനിയെ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളെ കുരിശിലേറ്റി കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ ജെറുസലേമിലെ കിങ് ഡേവിഡ് ഹോട്ടലിൽ ഒരു ചെറിയ വിവരണം, അതാണ് ഷിജു എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അത് വായിച്ചപ്പോഴും അതിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുമ്പോഴും എൻ്റെ തൊണ്ട ഇടറുന്ന വിധത്തിൽ ഒരു ആത്മസംതൃപ്തിയാണ് എനിക്ക് തോന്നിയത്. ചെറിയ വരികളാണ് ഷിജു അയച്ചു തന്നത്. ഞാനതൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ വിവരിക്കാം. 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജെറുസലേമിലെ കിങ് ഡേവിഡ് ഹോട്ടലിലെ മദ്യശാല 3 ദിവസത്തേക്ക് അടയ്ക്കുകയാണ്. കാരണം ഭാരതത്തിൽ നിന്നുള്ള ഒരു ചായക്കടക്കാരൻ 3 ദിവസം ഇവിടെ താമസിക്കുന്നതിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇവിടെയുള്ള മദ്യശാല അടയ്ക്കുന്നത്. ആ കിങ് ഡേവിഡ് ഹോട്ടലിൽ താമസിച്ചിരുന്നവർ 248ഓളം പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോൾ താമസിച്ച സ്ഥലമാണ് കിങ് ഡേവിഡ് ഹോട്ടൽ. 53 രാജാക്കന്മാർ അവിടെ താമസിച്ചിട്ടുണ്ട്. ഓസ്കാർ ജേതാക്കളായ 24 സിനിമാ താരങ്ങളും താമസിച്ചിട്ടുള്ള ഹോട്ടലാണിത്. ഇവർ ഉള്ള സമയത്തോ ഇവരില്ലാത്ത സമയത്തോ മറ്റ് അതിപ്രഗത്ഭരായ ആയിരക്കണക്കിന് വ്യക്തികൾ സ്വാഭാവികമായിട്ടും അവിടെ താമസിച്ചിട്ടുണ്ടാവും. അവരുടെ എണ്ണം 87 വർഷത്തേതായ സ്ഥിതിക്ക് എടുക്കൽ അത്ര എളുപ്പവുമാവില്ല. ഇനി അഥവാ എടുത്താൽ തന്നെ അത് അത്രത്തോളം വിശ്വസനീയവുമാവില്ല. ഈ ലോകത്തെ കീഴടക്കിയ ഉജ്ജ്വലരായിട്ടുള്ള വ്യവസായികളും വാണിജ്യ മണ്ഡലത്തിൽ വിലസുന്നവരും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കന്മാരും നോബൽ സമ്മാനം വാങ്ങിച്ചവരും അതിനേക്കാൾ ഉയർന്നവരും അതിനോടൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ളവരുമായിട്ടുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെല്ലാം ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടാവും. അവരിൽ ആരിലും ഒരു പക്ഷേ ഇസ്രായേലിലെ ഭരണാധികാരികൾക്കോ ജനതയ്ക്കോ കാണാൻ പറ്റാത്ത പ്രത്യേകത, ഭാരതത്തിലെ RSSകാരനും തനി സംഘീയുമായ ഒരു ഋഷി തുല്യനായിട്ട് രാജഋഷിയായിട്ട് പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ പ്രധാനമന്ത്രി ആ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ആ സമയത്ത് അവിടെ താമസിക്കാൻ സാധ്യതയുള്ള പ്രഗത്ഭരായ വ്യക്തികൾക്ക് പോലും ചെന്ന് മദ്യപിക്കാൻ പറ്റാത്ത വിധത്തിൽ 3 ദിവസത്തെ ആ മദ്യശാലയുടെ ക്ലോഷർ അതടയ്ക്കുന്നത് ഭാരതത്തിലെ 127 കോടി ജനതയോടും കാണിക്കുന്ന ഇസ്രായേലിൻ്റെ അസാധാരണ പ്രതിബദ്ധതയാണ്. ഇസ്രായേൽ ഭാരതത്തെ എത്രത്തോളം ഒരു സഹോദരിയായിട്ടോ അമ്മയായിട്ടോ മാതൃസ്ഥാനീയമായിട്ടോ കാണുന്നു എന്നുള്ളതിന് തെളിവാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, ഇസ്രായേലിലെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ 4 വർഷം മുമ്പ് കൊച്ചിയിലേക്ക് വന്നിരുന്നു. ആ കൊച്ചിയുടെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയിലെ കളിക്കോട്ട എന്ന് പറയുന്ന പണ്ടത്തെ രാജകുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന കളിക്കോട്ടയിൽ ഈ ഇസ്രായേലിലെ പ്രതിനിധികൾ വന്ന് കൊച്ചി ഭരണാധികാരികളിലെ ഏറ്റവും പ്രായമായവർ 10-15 പേർക്ക് സ്വർണ്ണ മോതിരവും പാതുകവും നൽകി അവരെ സ്നേഹബഹുമാനാദികളോടുകൂടി ആദരിക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് അയച്ച പ്രതിനിധികൾ ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച് ആ രാജാക്കന്മാരോടുള്ള കടപ്പാട് വീട്ടിയിരുന്നു. കാരണം എന്താണെന്നറിയോ? പണ്ട് ഏതാണ്ട് 1800-1900 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ അതിനിപ്പുറം എന്ന് തന്നെ എടുക്കുക, കൊടുങ്ങല്ലൂർ തമ്പടിച്ചിരുന്ന ക്രിസ്ത്യാനികൾ ജൂതന്മാരെ എത്ര പേരെ കൊന്നോ ഓർമ്മിക്കുക. ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും മതഗ്രന്ഥത്തിൻ്റെ ആരംഭം ജൂതന്മാരുടെ മതഗ്രന്ഥത്തിൻ്റെ ആരംഭമാണ് പഴയ നിയമങ്ങൾ. ബൈബിൾ പഴയ നിയമം,
മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒന്നുപോലെ തന്നെയാണ്. യേശുക്രിസ്തു ക്രിസ്ത്യാനി ആയിരുന്നില്ല, യേശുക്രിസ്തു ജൂതനായിരുന്നു. ആ ജൂതനായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ ക്രിസ്ത്യാനികൾ ജൂതന്മാരെ കൊല നടത്തിയതിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊച്ചി മഹാരാജാവ് നേരിട്ട് കൊടുങ്ങല്ലൂർ ചെന്ന് ഈ ജൂതന്മാരെ കൊണ്ടുവന്ന് തൻ്റെ രാജകൊട്ടാരത്തിനകത്ത് ജൂതപ്പള്ളി ഉണ്ടാക്കാൻ രാജകീയമായിട്ടുള്ള ക്ഷേത്രത്തിനോട് ചേർന്ന് ആ കൊച്ചിയിലെ മഴുവന്നൂർ ഭഗവതി ക്ഷേത്രത്തോട് ചേർന്ന് ഈ ജൂതപ്പള്ളി ഉണ്ടാക്കി ജൂതന്മാർക്ക് സ്വൈര്യവിഹാരം നടത്താൻ ഒരു തരത്തിലും ക്രിസ്ത്യാനികൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇന്നും ജൂതപ്പള്ളിയിലും ജൂതപ്പള്ളിയുടെ അടുത്തുള്ള ജൂത തെരുവിലും 5, 6, 7 പോലീസുകാരുണ്ട്. ജൂതന്മാരെ രക്ഷിക്കാൻ ഹിന്ദുക്കൾ, ജൂതന്മാരെ ആരിൽ നിന്ന് രക്ഷിക്കാൻ? കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇന്നും പോലീസിനെ നിർത്തിയിരിക്കുന്ന ജൂതപ്പള്ളിയും ജൂത തെരുവിലും ഈ ജൂതന്മാർക്ക് സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടി നിലനിൽക്കാനുള്ള അവസരം നൽകിയ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ വരുമ്പോൾ അവിടെ താമസിക്കുന്ന ഹോട്ടലിലെ മദ്യശാല പൂട്ടിയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് 1960 വരെ ജൂതന്മാർ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. നാളത്തെ നമ്മുടെ പ്രാർത്ഥന വിശുദ്ധ ഭൂമിയായ ഇസ്രായേലിൻ്റെ മണ്ണിലായിരിക്കണമേ എന്ന് 1960 വർഷം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1960കളിൽ തിരിച്ചു ചെന്ന് സ്വന്തം സ്വർഗഭൂമിയിൽ സ്വർഗത്തെ പടുക്കാൻ അവർക്ക് സാധിച്ചു. അവിടെ ചെന്ന ഭാരതത്തിലെ ജൂതന്മാർ അവരുടെ തനിമ നിലനിർത്തി സാമ്പാറും ഇഡ്ഡലിയും മസാല ദോശയും കാളനും ഓലനും എലിശ്ശേരിയും ഇവിടെയുള്ള വിവാഹ ചടങ്ങുകൾ പോലെ ചടങ്ങുകളും വെച്ച് അവരുടെ രക്തം ഡൈല്യൂട്ട് ആകാതെ ജൂതരക്തം നിലനിർത്തി ഭാരതത്തിൽ 1960 വർഷം ജീവിച്ച് തിരിച്ച് ഇസ്രായേലിൽ ചെന്നപ്പോൾ ഈ ഇസ്രായേലി മക്കളോട് ഭാരതത്തിലെ ജനതയും ഭാരതത്തിലെ ഭരണാധികാരികളും കാണിച്ച ആ ഉജ്ജ്വലമായ സ്നേഹോഷ്മളമായ ആദരവിനെ പ്രകടിപ്പിക്കുന്നതിന് ഇസ്രായേൽ ജനത, ഇസ്രായേൽ ഭരണാധികാരികൾ തിരഞ്ഞെടുത്ത ഏറ്റവും ഉജ്ജ്വലമായ വഴി 87 വർഷം പൂട്ടാത്ത മദ്യശാല നരേന്ദ്രമോദി താമസിക്കുന്ന 72 മണിക്കൂർ പൂട്ടാൻ തീരുമാനിച്ചു. അതിനകത്ത് മദ്യപിക്കാൻ ആഗ്രഹമുള്ള മറ്റാരുണ്ടെങ്കിലും അവരെ വകവയ്ക്കാതെ സാധിച്ചു എങ്കിൽ ഇതൊരു ചെറിയ ഒത്തുചേരലല്ല. ഇടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞോട്ടെ, ആനക്കട്ടി ആശ്രമം കോയമ്പത്തൂരിന് അടുത്തുള്ളത് ദയാനന്ദ സരസ്വതി സ്വാമി ഒരിക്കൽ ഇസ്രായേലിൽ പോവുകയുണ്ടായി. ജൂതന്മാരുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അവരോട് പറഞ്ഞു, ജൂതന്മാരുടെ വീക്ഷണവും ഹിന്ദുക്കളുടെ വീക്ഷണവും ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ പരിശുദ്ധ രക്തത്തെ ഞങ്ങൾ ആദരിക്കുന്നു. നമുക്ക് ഒത്തുചേർന്ന് ജീവിക്കാൻ സാധിക്കുന്ന ആയിരക്കണക്കിന് ബിന്ദുക്കൾ നമ്മളുടെ രണ്ടുപേരുടെയും ആത്മീയ ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനിച്ചൊരു വരിയുണ്ട്. നിങ്ങളിൽ ആരും അത് കേട്ടിരിക്കാൻ സാധ്യതയില്ല. ദയാനന്ദ സരസ്വതി ആനക്കട്ടി ആശ്രമത്തിൽ നിന്ന് അവിടെ പോയി ചർച്ച ചെയ്തതിന് ശേഷം ഈ ജൂത നേതാക്കന്മാർ പറഞ്ഞു, ഇന്ന് വരെ ജൂത യുവതികൾ മറ്റൊരു മതത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നത് രക്തത്തെ ഡൈല്യൂട്ട് ചെയ്യും, രക്തസങ്കരമുണ്ടാകും, ബീജസങ്കരമുണ്ടായാൽ എന്നുള്ളത് കൊണ്ട് അനുവദിക്കുന്നില്ല. പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നു, ഹിന്ദു യുവാക്കളോ യുവതികളോ ജൂത യുവാവിനെയോ യുവതിയെയോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തിരിച്ചാഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പവിത്രമായ ജൂതൻ്റെ രക്തം ഡൈല്യൂട്ട് ആവില്ല, മിക്സഡ് ആവില്ല, രക്തസങ്കരം വരില്ല, ബീജസങ്കരത്തിലൂടെ ഉണ്ടാവില്ല, 2 രക്തവും പരിശുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു വരി കൂടി ഇസ്രായേൽ ഭാരതത്തോട് ദയാനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്തിൽ നടന്ന മണിക്കൂറുകളോളം നടന്ന ചർച്ചയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമായില്ല എന്നുള്ളതല്ല, ജൂത മതസമൂഹം അത് സ്വീകരിച്ചു. ജൂതന്മാരുടെ ലോകത്തിൽ ഒരേ ഒരു രാഷ്ട്രം ജൂതന്മാർക്കുള്ളത്. ആ ഇസ്രായേലിലെ ജനതയും ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ ധന്യമായിട്ടത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഭാരതീയനും ഹിന്ദുവും RSSകാരനുമായിട്ടുള്ള ഈ ശ്രീ നരേന്ദ്രമോദിയെ ഇങ്ങനെ സ്വീകരിച്ച ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ ഈ ഭാരതത്തിൻ്റെ പുത്രനായി
അനവധി ജന്മങ്ങൾ ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഗോപാലകൃഷ്ണൻ തലകുനിച്ച് നിന്നുകൊണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലെ പ്രവർത്തകരും തലകുനിച്ച് നിന്നുകൊണ്ട് പറയുന്നു, വന്ദേ ഭാരതമാതരം, വന്ദേ ഇസ്രായേൽ മാതരം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.